ഇതാണ് പൊടി ദോശ. ഇതാ പൊടി ദോശ. നമ്മൾ സാധാരണ പോലെ തന്നെ ദോശ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അരി, കുരുമുളക്, വറ്റൽമുളക്, കറിവേപ്പില, കായം, ഉപ്പ് ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയിരിക്കുന്നൊരു പൊടി. ആ പൊടി ഇതിലേക്ക് മാവൊഴിച്ചിട്ട് മാവ് ഒരുവിധം മൂക്കുമ്പോൾ ആ പൊടി ഇങ്ങനെ ഇതിലേക്ക് വിതറി എടുക്കുന്ന ദോശയാണ് പൊടി ദോശ. വളരെ ടേസ്റ്റിയാണ്. ഇതിനി കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കാം കേട്ടോ. നമ്മൾ സാധാരണ പോലെ മാവൊഴിച്ച് പരത്തുക. അതിനകത്തേക്ക് അരി, കുരുമുളക്, വറ്റൽമുളക്, കായം, കറിവേപ്പില, പിന്നെ കടലപ്പരിപ്പ് മറന്നുപോയി. ഇത്രയും സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം അതിനെ മിക്സിയിൽ വെള്ളമയമില്ലാതെ ഈ വറക്കുമ്പോൾ തന്നെ ഉപ്പും ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. വെള്ളമൊന്നുമില്ലാതെ മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുക. എളുപ്പം പറ്റും. ഈ ദോശ മാവ് ഒഴിച്ച് വയ്ക്കുന്നതിന് മുമ്പായിട്ട് അത് ഓരോന്നും വറുത്തെടുത്തുകൊണ്ടിരുന്നിട്ട് കല്ല് വെച്ച് ദോശ ഉണ്ടാക്കുക. അപ്പോൾ ഈ ദോശ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇത് പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വിതറുക. നല്ലതാണ് കേട്ടോ. സൂപ്പർ ദോശ. ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കി നിങ്ങളൊന്ന് കഴിച്ചു നോക്കി. എന്ത് ടേസ്റ്റാണെന്നറിയാമോ? ഈ പൊടി ഉണ്ടല്ലോ, അത് നല്ല രുചി കേട്ടോ. ഈ പൊടി ഈ ദോശ ഒഴിച്ച് ഇത്തിരി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഈ പൊടി ഇങ്ങനെ നമ്മൾ ബദറി കൊടുക്കണം. എന്നിട്ട് അതിനെ തിരിച്ചിടരുത്. അതിനെ തിരിച്ചിട്ട ഈ പൊടി കല്ലിലാകുമ്പോൾ ഒരു പുക വരും. അതുകൊണ്ടല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓൾറെഡി മൂത്ത വറുത്തതാണല്ലോ പൊടിയുടെ ഇൻഗ്രീഡിയൻസൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ വറക്കണമെന്നില്ല. അപ്പോൾ ഈ ഇതായിട്ടുള്ള ഒരുവിധം പാകമായ ദോശയിലൊക്കെ ഈ പൊടി വിതറിക്കൊടുത്തിട്ട് അതും ഈ ദോശയും കൂടെ ഒന്ന് യോജിക്കുമ്പോൾ ദോശ മറിച്ചിട്ട് എടുക്കണം. ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ എടുക്കണം. ഞാൻ മറിച്ചിട്ടാണ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മറിച്ചിടാതിരുന്നതാണ് കേട്ടോ. ഇതാണ് ഒറിജിനൽ പൊടി ദോശ. നല്ല ടേസ്റ്റാണ്. ഈ പൊടിയുടെ അകത്തെ ഒരുവിധം എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ശരീരത്തിനത് ഇരട്ടി ഹെൽത്തി ആകുന്നു. നിങ്ങളെല്ലാവരും ഇങ്ങനൊരു ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു സോ മച്ച്.